മൂവാറ്റുപുഴയിൽ പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരുകി ആഭരണങ്ങൾ മോഷ്ടിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. മാറാടി മഞ്ചേരിപ്പടിയിൽ പൂമറ്റത്തിൽ മറിയാമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അവിവാഹിതയായ മറിയാമ്മയും തമിഴ്നാട് സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. സമീപത്തെ താമസക്കാരായ മറിയാമ്മയുടെ സഹോദരനും കുടുംബവും പള്ളിയിൽ പോയ സമയം വീട്ടിലെത്തിയ മോഷ്ടാവ് ജോലിക്കാരിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം മറിയാമ്മയുടെ വായിൽ തുണി തിരുകി മറിയാമ്മ ധരിച്ചിരുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. മറിയാമ്മ ധരിച്ചിരുന്ന മാലയും വളയും ഉൾപ്പെടെ 12 പവനോളം സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത്. താൻ ഉറങ്ങിക്കിടന്ന സമയം വീട്ടിൽ അതിക്രമിച്ച് കയറിയ മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു എന്ന് മറിയാമ്മ പറഞ്ഞു. വിവരമറിഞ്ഞ് മൂവാറ്റുപുഴ പോലീസും മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാമും മറ്റു ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. ദുഃഖകരമായ സംഭവമാണ് നടന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇവിടെ മാറാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ നടന്ന ഒരു ദുഃഖകരമായ ഒരു മോഷണം നടന്നിരിക്കുകയാണ്. നമുക്കറിയാം, മഴക്കാലമൊക്കെ ആയി എല്ലാവരും ഭാഗത്തും പതുങ്ങി ഇരുന്ന് മോഷണങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. എന്താണേലും ഇവിടെ ഈ ചേച്ചി തനിയ, ഇവിടെ പൂമറ്റത്തിൽ മറിയാമ്മ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി തനിയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആങ്ങളെ സ്വന്തം തൊട്ടുചേർന്ന് തന്നെ വീടുണ്ട്. പക്ഷെ അവർ പള്ളിയിൽ പോകുന്ന സമയം നോക്കി പള്ളിയിൽ പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏകദേശം 8 മണിക്ക് പള്ളിയിൽ പോയെങ്കിൽ 8:15 കൂടി ഇവിടെ വന്നു. അപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് വാതിൽ പയ്യെ ചാരി ഇട്ടിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ ഓടി വന്ന ഒരാൾ, ഒരു പുരുഷനാണ്, ഒരു മുഷിഞ്ഞ മുണ്ടും ഒരു ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നതെന്നാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ അവിടെ വന്ന വഴിയെ അമ്മച്ചിയുടെ കയ്യിൽ വാ പൊത്തി പിടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന 5 പവൻ്റെ വളയുണ്ടായിരുന്നു. 2 പവൻ്റെ ഒരു വളയും 3 പവൻ്റെ ഓരോ പവൻ്റെ 3 വളകളും, അങ്ങനെ 5 വളയും കഴുത്തിൽ കിടന്ന ഒരു മാലയും ഊരിയെടുത്ത് 11 പവനോളം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. സെർവൻ്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സെർവൻ്റ് 5.5 വർഷമായുള്ള ഇവിടെ വന്നിട്ട് 5.5 മാസം ആയിട്ടുള്ള ഇവിടെ വന്നിട്ട്, അപ്പം അവർ പുറത്തേക്ക് ഈ സ്ഥലത്തേക്ക് അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഈ മനുഷ്യൻ അവരെ പെട്ടെന്ന് ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് വാതിൽ ലോക്ക് ചെയ്തു എന്ന് പറയണു. അങ്ങനെയാണ് ചെയ്തതെന്ന് അമ്മച്ചി പറയുന്നത്. അപ്പോൾ എന്നിട്ട് സ്വർണം മേടിച്ച് അവർ അപ്പം തന്നെ പുള്ളി ഇറങ്ങി ഓടി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭയാനകമായൊരു കാര്യമാണ്. കാരണം പട്ടാപ്പകൽ ഇങ്ങനെ വീടുകളിൽ കയറി വന്ന് മോഷണം നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം. കാരണം മഴയെല്ലാം പെയ്ത് ഇടിവിട്ടു, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആരും പുറത്തിറങ്ങാതിരിക്കുമ്പോൾ അടുത്ത് ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വരുന്ന ഒരു പറ്റം ആൾക്കാർ മോഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ തനിയെ താമസിക്കുന്നവരൊക്കെ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കുക. കാരണം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന കാലമല്ല. ജീവൻ വരെ അപകടത്തിലാവേണ്ടതാണ്. പക്ഷേ അമ്മച്ചി അത് ഊരി കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കാത്ത കാരണം അതിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കയ്യിൽ കിടന്ന മോതിരം ഊരാൻ നോക്കിയിട്ട് അല്പം ടൈറ്റ് ആയതുകൊണ്ട് അത് ഊരാൻ പറ്റിയില്ല. കമ്മൽ ഊരുവാനും സമയം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് കിട്ടിയതും കൊണ്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കുക. നമ്മളുടെ സ്വർണ്ണ പോലീസ് അവരിപ്പോൾ ഇവിടെ നിന്ന് സെർവൻറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ ഫോണിൽ നിന്ന് 2 കോളൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നത്, എങ്ങോട്ടാണെന്ന് അറിയില്ല. അപ്പോൾ അത് വളരെ സസൂക്ഷ്മം പരിശോധന നടത്തുകയും അവരിവിടെ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട് സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ഫോണിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ കോളുകൾ പോയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിശദമായ പരിശോധനയും നടന്നു വരികയാണ്.